സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾ, കഴിഞ്ഞ ജനുവരി 3, 2024 നമ്മുടെ എല്ലാം ഇത്രയും കഴിഞ്ഞ് വഴികാട്ടിയുമായ നമ്മുടെ പ്രഭാകരളിൻ്റെ 84ാമത് ജന്മദിനമായിരുന്നു. അന്നേ ദിവസം നമ്മളെല്ലാവരും ഇന്ത്യയിലായി അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചതെന്ന് ഓർക്കുന്നുണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും വ്യക്തിത്വത്തിനും ഉതകുന്ന രീതിയിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുവാനും അദ്ദേഹത്തെ ആദരിക്കാനും നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച ഒരു വ്യക്തി ദേവന് തുല്യമാണ് എന്നാണ് പലരും പറയുന്നത്. ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റോ മാധ്യമപ്രവർത്തനം ഞാൻ അല്ല എന്നാലും അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ പലരും ചിന്തിക്കുന്ന എന്താണ് ഇദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് നേടിയ വ്യക്തി എന്നതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം ദുർഘടം പിടിച്ചതും ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. ഇന്നത്തെ പുതുതലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട വിജ്ഞാനങ്ങൾ എന്നിവ നമുക്ക് വലിയൊരു വഴികാട്ടിയും അതുപോലെ നമുക്ക് വലിയൊരു പാഠപുസ്തകമായി രൂപാന്തരപ്പെടും എന്നതിന് യാതൊരു സംശയമില്ല. എൻ്റെ ഈ എളിയ ഡോക്ടർ CPK എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 1971 മുതലാണ് അളിയനും മറ്റേ വെളപ്പായുള്ള ഫാമിലിയായിട്ട് ബന്ധപ്പെടുന്നതാണ്. എൻ്റെ 71-ലല്ലല്ലോ, 71-ലല്ലേ? 1950 ഓഗസ്റ്റിൽ. അതൊരിക്കലാവാൻ വഴിയില്ല. എന്താ കാരണം വെച്ചെങ്കിൽ 1971-ലാണ് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നിങ്ങളുടെ മാരേജ് കഴിയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അന്ന് മുതലാണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻ ആരംഭിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കല്യാണത്തിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20th ഓഗസ്റ്റ് 1970. 1970 എന്ന് പറഞ്ഞാൽ ഞാൻ 74-ലാണ് 10ാം ക്ലാസ് പാസ്സാകുന്നത്. ഈ 10ാം ക്ലാസ് പാസ്സാകുന്ന സമയത്ത് എന്താ വെച്ചെങ്കിൽ ആ കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നീ ഇന്ന് വായിക്കാറുള്ളതൊക്കെ കോപ്പർ സൾഫേറ്റിന്റെ മറ്റേ when sulfuric acid is added, he used to read loudly from the upstairs. അതൊക്കെ ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട്. അതായിരുന്നു എൻ്റെ നീയുമായിട്ടുള്ള ആദ്യത്തെ കോണ്ടാക്ട് എന്ന് പറയുന്നത്. കോണ്ടാക്ട് മീൻസ് നോട്ട് പേഴ്സണലി, ജസ്റ്റ് acquaintance started in 1970. ആ സമയത്ത് നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, വളരെ ചെറിയ കുട്ടികളാണ്. എനിക്ക് തോന്നുന്നത് വലിയച്ചിയുടെ മോള് ഗീതയൊക്കെ കല്യാണത്തിന് ആ ഇതിൽ സ്റ്റേജിൽ എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ കുസൃതികൾ കാണിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 1970-ലാണ് മാരേജ് കഴിഞ്ഞത്. 70-ലാണ് ഞാൻ അന്ന് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഏകദേശം ആ സമയം ശരിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ശരിയായിരിക്കും. അപ്പോൾ വളരെ വളരെ ഒരു 50-70 എന്ന് പറഞ്ഞാൽ 30 54 വർഷത്തെ പരിചയം നമ്മൾ തമ്മിലുണ്ട്. അപ്പോൾ ഈ പരിചയത്തിനിടയ്ക്ക് നമ്മൾ വളരെയധികം ആത്മീയമായിട്ട് വളരെ എന്താ പറയുക, നമുക്ക് ഒരു നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 54 വർഷത്തിനിടയ്ക്ക് ശേഷം ഞാൻ പല ആളുകളായിട്ടും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അളിയനെ പോലുള്ള ഒരു വ്യക്തിനെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പല ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അളിയനെ എല്ലാത്തിലും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ചെയ്യുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തി എത്ര അധികം ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ധാരണ സാധാരണ എനിക്ക് പറഞ്ഞ ഒരു PhD കാരൻ എന്ന് മാത്രമാണ് അവർ കണ്ടിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സിസ്റ്ററുടെ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് മാത്രമല്ല കണ്ടിരുന്നത്. അതായത് അളിയൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ബോൺ വിത്ത് സിൽവർ സ്പൂൺ ഇൻ യുവർ മൗത്ത്, അങ്ങനെയാണ്. പക്ഷെ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടി പഠിച്ചുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അതായത് ഒരു സെൽഫ് മെയ്ഡ് മാൻ എന്ന നിലയ്ക്കാണ് ഞാൻ അളിയനെ കണ്ടിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്നു? വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിട്ട്. ഭയങ്കര രസകരമായിട്ടുള്ള കഥയാണ്. ജീവിതത്തിൽ PhD കിട്ടുന്നതിന് മുമ്പ് എൻ്റെ എഡ്യൂക്കേഷണൽ കരിയറിൽ ഒരുപാട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം പഠിക്കാനായിട്ട് കഴിയാത്തത് കാരണം വേസ്റ്റാക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. 10 കഴിഞ്ഞ് പിന്നീട് ഒരു കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും തുടർന്നത്. അന്ന് സെൻറ് തോമസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പുള്ള ഇൻ്റർമീഡിയറ്റിൻ്റെ ലാസ്റ്റ് ബാച്ചിലാണ് ഞാൻ ചേർന്നത്. ഇൻ്റർമീഡിയറ്റ് അതിനുശേഷം പിന്നെ ഇൻ്റർമീഡിയറ്റിലില്ല എൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സെൻറ് തോമസ് കോളേജിൽ 2 കൊല്ലത്തെ കോഴ്സ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് കെമിസ്ട്രി പഠിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ കെമിസ്ട്രി തേടി പോയി. സെൻറ് തോമസ് കോളേജിൽ അന്ന് കെമിസ്ട്രി BSc ഇല്ല. കെമിസ്ട്രി BSc ഉള്ളത് കേരളവർമ്മ കോളേജിലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആലുവ UC കോളേജിലോ എറണാകുളം മഹാരാജാസ് കോളേജിലൊക്കെ പോകണം. അന്ന് കാലത്ത് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം സാമ്പത്തികമായിട്ടുള്ള കാരണമാണ് പഠിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഫാമിലി വലിയ ഫാമിലിയായിരുന്നു. കൂട്ടുകുടുംബം ചെന്നൈ അച്ഛൻ്റെ ബ്രദേഴ്സ് കുറേ പേരുണ്ട്. പിന്നെ അവരുടെ ഭാര്യമാര് മക്കള് എല്ലാം കൂടിയിട്ട് വലിയ കുടുംബമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത ചേട്ടൻ ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂത്ത ചേട്ടൻ വലിയേട്ടൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് പഠിച്ച് പുള്ളിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റാത്തത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം അല്ല അതിന് കാരണം പുള്ളിക്കാരൻ പഠിപ്പിൽ അത്ര വലിയൊരു ബ്രില്യൻ്റ് അല്ലെന്നല്ല, പുള്ളി അത്ര ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ചെറിയച്ഛൻ ഉണ്ടായിരുന്നു, ചെറിയച്ഛൻ ബാലൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ലെക്ചറായിരുന്ന സമയത്താണ് പുള്ളി മരിച്ചു പോയത്. അത് 1960s 65-66 ആ സമയത്താണ് എൻ്റെ ഓർമ്മ. പുള്ളി അവിടെ വെച്ച് മരിച്ചുപോയി. പുള്ളി വളരെയധികം എൻകറേജ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെ പഠിക്കാനും അതിനൊക്കെ. എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. ബ്രണ്ണൻ കോളേജിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ചെന്ന് എന്നെ പരിചയപ്പെടുത്തും. അവിടുത്തെ സ്റ്റാഫിനൊക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കും. പറയും നല്ല പഠിക്കാനായിട്ട് മിടുക്കനായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താറുണ്ട്. പുള്ളിയാണ് ഒരു മോഡല്. പുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കാനായിട്ട് കഴിവുള്ള ആളാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസംഗിക്കാനായിട്ടുള്ള അപാരമായിട്ടുള്ള കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ഒരു പ്രചോദനമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ കേരളവർമ്മ കോളേജിലാണ് BScക്ക് ചേർന്നത്. ഞാനും ഒരു കേരളവർമ്മ പ്രോഡക്റ്റ് തന്നെയാണ്. ശരിക്കും ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രശ്നം തോന്നുന്നത് ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റ് അല്ലായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ആയിത്തീരുമായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ഫിസിക്സിനോട് എനിക്ക് താല്പര്യം. എനിക്ക് അതേമാതിരി തന്നെയാണ്. ഞാനും കെമിസ്ട്രി അല്ല എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. ഞാൻ ഫിസിക്സിലാണ് എനിക്ക് ഇൻ്റർമീഡിയറ്റിന് കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കെമിസ്ട്രിയിൽ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കെമിസ്ട്രിയായിട്ട് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ കേരളവർമ്മ കോളേജിൽ BScക്ക് ചേരാനുള്ള ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവിടെ പ്രിൻസിപ്പലുണ്ട്, പിന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അശ്വതി ഡോക്ടർ അല്ലാന്ന് പുള്ളി,
ശിവതിയായിരുന്നു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, പുള്ളി ഉണ്ടായിരുന്നു അണ്ടർ ബോർഡിൽ. അപ്പോൾ അവർ എൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ നോക്കിയിട്ട് എനിക്ക് ഫിസിക്സിലായിരുന്നു കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത് ഇൻ്റർമീഡിയറ്റിന്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് ഫിസിക്സിനാണ് കൂടുതൽ മാർക്ക്, പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഐ ലവ് കെമിസ്ട്രി എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നിയതാ പറയാനായിട്ട് ആ സമയത്ത്. അപ്പോൾ പ്രൊഫസറാണെങ്കിൽ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പശുപതി, ആന്ധ്രക്കാരനാണ്. പശുപതി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫസർ. ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ ലബോറട്ടറി മാനുവൽ എന്നും പറഞ്ഞുകൊണ്ട് ബുക്കൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഞാനത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പുള്ളി ഒരു മിനിറ്റ് നേരം വലിയൊരു ഭക്തനൊക്കെയാണ്. കണ്ണടച്ചിരുന്ന് പറഞ്ഞു, മദർ കെമിസ്ട്രി വിൽ ഹെൽപ്പ് യു പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ഇവിടെ BSc ചേർന്നു. അപ്പം ഞങ്ങൾ കെമിസ്ട്രിക്ക് ഉണ്ടായിരുന്നത് 30 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റിൽ എനിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി ഞാൻ പാസ്സായത്. ഞാൻ ഫസ്റ്റായിരുന്നു ആ ബാച്ചിൽ, കെമിസ്ട്രിയുടെ ആ ബാച്ചിൽ ഞാൻ ഫസ്റ്റാണ്. 1959 ബാച്ചാണത്. കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് BSc കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ ബോംബെയിൽ പോയി. അവിടെ BSc പാസ്സായതിന് ശേഷം പിന്നെ ഹയർ സ്റ്റഡീസിനൊന്നും നോക്കിയില്ല. അപ്പോൾ അന്ന് വീട്ടിൽ അങ്ങനെ പ്രാരാബ്ദങ്ങൾ ഉണ്ട് കുറച്ചൊക്കെ. പ്രാരാബ്ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ ചന്ദ്രശേഖരൻ, ഡോക്ടർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അറിയും. പുള്ളിക്കാരൻ MBBS ചേർന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ പുള്ളിനെ സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ ഫർദർ സ്റ്റഡീസിന് അപ്പോൾ ട്രൈ ചെയ്തില്ല. എനിക്ക് BScക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റായിരുന്നു കെമിസ്ട്രിയിൽ അവിടെ. BSc കെമിസ്ട്രിയുടെ ബാച്ചിൽ 59 ബാച്ചിൽ ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ പശുപതി പ്രൊഫസർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പശുപതി, ഡോക്ടർ K വാസു എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഫിസിക്കൽ കെമിസ്ട്രിയുടെ, സുഗതൻ എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഇനോർഗാനിക്കിൻ്റെ. അങ്ങനെ അവരെല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പുള്ളി എനിക്ക് സർട്ടിഫിക്കറ്റ് എഴുതി തന്നപ്പോൾ തന്നെ പശുപതിൻ്റെ സർട്ടിഫിക്കറ്റിൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ എഴുതിയ പുള്ളി, ഹി വാസ് ഈസിലി ദ ബെസ്റ്റ് ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ